അതെയോ, അപ്പൂസിനും ചേച്ചിന്റെ കൂടെ സ്കൂളിൽ പോണോ? ഇപ്പൊ പറ്റില്ലടാ മോനെ, ഒരു 3 വർഷം കൂടെ കഴിയണം. അപ്പൊ തന്നെ അപ്പൂസിനെ ഇതുപോലെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോവാൻ പറ്റുള്ളൂ. അതെ, അപ്പൊ ചേച്ചിയെ പോലെ നീ സ്കൂളിൽ പോകുമ്പോ അച്ഛൻ നിനക്കും യൂണിക്കോൺ ബാഗ്, യൂണിക്കോൺ ലഞ്ച് ബോക്സ്, യൂണിക്കോൺ വാട്ടർ ബോട്ടിൽ എല്ലാം വാങ്ങിച്ചു തരും. ഇല്ലേച്ചാ? ഇല്ലാതെ പിന്നെ വാങ്ങിച്ചു കൊടുക്കുമല്ലോ. പിന്നെ പെൺകുട്ടികൾക്കാണ് യൂണിക്കോണൊക്കെ ഇഷ്ടം, ആൺകുട്ടികൾക്ക് ഈ സൂപ്പർമാൻ, സ്പൈഡർമാൻ ഇതുപോലെയല്ലേ ഇഷ്ടം. അതുകൊണ്ട് അപ്പൂസ് സ്കൂളിൽ പോകുമ്പോ ചിലപ്പോ അവൻ സൂപ്പർമാൻ, സ്പൈഡർമാനിന്റെ ബാഗും വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ചോദിക്കും. അപ്പൊ അച്ഛൻ അത് അവന് വാങ്ങിച്ചു കൊടുക്കും. അച്ഛാ, അപ്പൊ അവന് സ്പൈഡർമാൻ ബാഗ് വാങ്ങിച്ചു കൊടുക്കുമ്പോ എനിക്ക് ഡോറ ബാഗ് വാങ്ങിച്ചു തരണം ട്ടോ. ഡോറ ബാഗോ? ആ ശരി, എന്തായാലും അവൻ 3 വർഷം കഴിഞ്ഞിട്ടല്ലേ സ്കൂളിൽ പോവുള്ളൂ. അപ്പോഴേക്കും നിന്റെ ഈ ബാഗൊക്കെ പഴുതാവും. അപ്പൊ എന്തായാലും അച്ഛൻ നിനക്ക് ഡോറ ബാഗ് വാങ്ങിച്ചു തരാട്ടോ. ഹൈ ജോളി, ഇതപ്പുച്ചേ നീ സ്കൂളിൽ പോകുമ്പോ നിനക്ക് സ്പൈഡർമാൻ ബാഗ്, എനിക്ക് ഡോറ ബാഗ് അച്ഛൻ വാങ്ങിച്ചു തരും. അതെ, സ്പൈഡർമാൻ. നിനക്ക് സ്പൈഡർമാൻ ഇഷ്ടമാണോ? ആ, അച്ഛൻ അമ്മൂസിന് 2 ഭാഗത്തും നല്ല അടിപൊളിയായിട്ട് ചുണ്ടിയിട്ട് തന്നിട്ടുണ്ട്. എവിടെ അമ്മൂസ്, ഇങ്ങോട്ട് തിരി നോക്കട്ടെ. ആ, അച്ഛന്റെ ചക്കരമണി ഇതുപോലെ തല കെട്ടിയപ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിന് അപ്പൂസ് ആൺകുട്ടിയല്ലേ, ആൺകുട്ടികൾക്ക് ഇതുപോലെ ചുണ്ടി ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. പെൺകുട്ടികൾക്ക് മാത്രമല്ലേ ചുണ്ടി ഇടാൻ പറ്റുള്ളൂ. അപ്പൂസിന് വേണമെങ്കിലേ സ്കൂളിൽ പോകുമ്പോ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കാം. എന്തായാലും അമ്മൂസിന് അച്ഛൻ തല കെട്ടിയത് സൂപ്പറായി. ഇതുപോലെ നിന്റെ അമ്മയ്ക്കിടക്ക് തല കെട്ടാൻ പറ്റില്ല. അറിയാത്തത് കൊണ്ടല്ലടാ, അമ്മയ്ക്ക് നീ വീട്ടിലിരിക്കുമ്പോ ഇതുപോലെയൊക്കെ കെട്ടിത്തരാൻ സമയമില്ലാത്തോണ്ടാണ്. ദാ ഇപ്പൊ ഇടക്ക് നീ സ്കൂളിൽ പോണെന്നും പറഞ്ഞ് നിനക്ക് സ്നാക്സ് ആക്കണം, ലഞ്ച് ആക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ, സ്കൂളിൽ പോവാൻ സമയമായി. നിന്റെ അമ്മ ഇനി എന്ത് തന്നെ ഉണ്ടാക്കണമെന്ന് അറിയില്ല. ഐഷു, എടി ഐഷു, വേഗം വാടി, സ്കൂളിൽ പോവാൻ സമയമായില്ലേ. ആ, വേഗം വാടാ, സമയമായി. വന്നു ഏട്ടാ, ആദ്യത്തെ ദിവസമല്ലേ, ഇനിയിപ്പോ സ്നാക്സ്, ലഞ്ച് എല്ലാം അവൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കണ്ടേ, എന്നാലല്ലേ അവള് കഴിക്കുള്ളൂ. അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള പോലെ എന്താ ഉണ്ടാക്കിയത്? സ്നാക്സിന് അവൾക്ക് ഇഷ്ടമുള്ള ചെറുപയർ വേവിച്ചത് വെച്ചിട്ടുണ്ട്. പിന്നെ ലഞ്ചിന് അവൾക്ക് ഇഷ്ടമുള്ള ലെമൺ റൈസും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും വെച്ചിട്ടുണ്ട്. എന്താടാ അമ്മു, നിനക്ക് ഇഷ്ടമല്ലേ? നിനക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞ അമ്മ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കണേ. നീ എല്ലാം മുഴുവനും കഴിച്ചിട്ട് വരണോട്ടാ, ബാക്കിയൊന്നും വെക്കാൻ പാടില്ല. ശരി ശരി. ഇനിയിപ്പോ വൈകിട്ട് ടിഫിൻ ബോക്സ് തിരിച്ചു വരുമ്പോഴാണ് അറിയാ എല്ലാം കഴിച്ചിട്ടുണ്ടാവോ അത് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരുമോന്ന്. അതൊക്കെ അവിടെ കുട്ടികളുടെ കൂടെ ചേർന്ന് കഴിക്കുമ്പോ എല്ലാം കഴിക്കും ഐഷു. എന്തോ വീട്ടിൽ കഴിപ്പിക്കാൻ തന്നെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി വേണ്ടാന്നും പറഞ്ഞ് വാശി പിടിച്ച് തല്ല് വാങ്ങിച്ചിട്ട് കഴിക്കും. ഇനിയിപ്പോ സ്കൂളില് കുറെ പിള്ളേരുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോ ചിലപ്പോ കഴിക്കുമായിരിക്കും. അതൊക്കെ അവൾ കഴിക്കോടാ, നീ ഒന്നും അതോർത്ത് ടെൻഷൻ അടിക്കാതെ. പിന്നെ അവിടെ ടീച്ചർമാരൊക്കെ ഉണ്ടല്ലോ, എന്തായാലും കുട്ടികളെ ഇരുത്തി അവർ കഴിപ്പിക്കും. അതെ, പിന്നെന്തായാലും ഇപ്പൊ ഒരാഴ്ചക്ക് സ്കൂള് 2 മണി വരെ തന്നെയാ. കുട്ടികളെ ശരിക്കും കഴിക്കില്ലല്ലോ, അതുകൊണ്ട് 2 മണിക്ക് തന്നെ വിടും. നമുക്ക് വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്നിട്ട് ചിലപ്പോ കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കൊടുക്കാം. പിന്നെന്താ, എന്തായാലും ഒരാഴ്ച ഉണ്ടല്ലോ, അപ്പോഴേക്കും അവള് കഴിക്കണോ ഇല്ലെന്നുള്ളത് നമുക്ക് അറിയാലോ. ശരി ഐഷു, സ്കൂളിലേക്ക് സമയമായില്ലേ. നീ വേഗം ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ബാഗിലാക്ക്. നമുക്ക് അമ്മൂസിനെ കൊണ്ടേ സ്കൂളിലാക്കിട്ട് വരാം. ഏട്ടാ, ഒന്ന് ഈ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും അവളുടെ ബാഗിലാക്കി ഞാൻ ഋതുക്കുട്ടനെ ദേവി ചേച്ചിന്റെ വീട്ടിലാക്കിയിട്ട് വരാം. എന്നിട്ടല്ലേ നമുക്ക് പോവാൻ പറ്റുള്ളൂ. അതും ശരിയാണ്, അവനെ അവിടെ കൊണ്ട് ആക്കണല്ലോ. ശരി താ, ഞാൻ അവളുടെ ബാഗിലാക്കാം. നീ അവനെ കൊണ്ടുപോയി ദേവി ചേച്ചിന്റെ കയ്യിൽ കൊടുത്തിട്ട് വാ. പറഞ്ഞോ അപ്പുച്ചേ, ചേച്ചി തുള്ളി പോയിട്ട് വരാട്ടോ. കളിക്കാൻ ആരുമില്ല പറഞ്ഞ് കരയണ്ടോ ചേച്ചി. വേഗം തുള്ളി പോയിട്ട് വേഗം വരൂട്ടോ. ചേച്ചി തുള്ളി പോയിട്ട് വന്ന ശേഷം നമുക്ക് 2 പേർക്കും കളിക്കാട്ടോ. ഏട്ടാ, ഞാനും കൂടെ ഇവള് സ്കൂളിലേക്കൊക്കെ പോയില്ലെന്നും പറഞ്ഞ് കരഞ്ഞ് വാശി പിടിച്ചപ്പോ ഇനിയിപ്പോ ആദ്യത്തെ ദിവസം സ്കൂളിൽ കൊണ്ടാക്കുമ്പോഴേക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു.
പക്ഷേ കുഴപ്പമില്ല, എന്തായാലും വാശി പിടിക്കാതെ കരയാതെ സ്കൂളിലേക്കൊക്കെ റെഡിയായി. ഇനിയിപ്പോ കുഞ്ഞിച്ചക്കന് ബായ് എന്നൊക്കെ പറയുന്നല്ലോ. എടി ഐശു, അത് അങ്ങനെയൊക്കെ തന്നെയാ. അത് സ്കൂളിൽ പോണെന്നും പറയുമ്പോ ആദ്യം എല്ലാ കുട്ടികൾക്കും ഒരു വാശി ഉണ്ടാവും. പിന്നെ ഈ പുതിയ ബാഗ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ് ഇതൊക്കെ കാണുമ്പോ അതും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ ഒരു ആഗ്രഹം വരും. അതിനാണ് അവർക്ക് ഇഷ്ടമുള്ള പോലത്തെ ബാഗും എല്ലാം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതും കൊണ്ട് സ്കൂളിൽ പോകുമ്പോ കരയാതെ പോവും. അത് ശരിയാ. എന്തായാലും പൈസ ചെലവായാലും കുഴപ്പമില്ല. അവൾ ഇനിയിപ്പോ കരയാതെ സ്കൂളിൽ പോകാൻ റെഡിയായല്ലോ, അത് മതി. ശരി, ബായൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ശരി ഏട്ടാ, ഞാൻ പോയി ഋതുക്കുട്ടനെ ദേവി ചേച്ചിന്റെ കൊടുത്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് പോകാം. ശരിയടാ, നീ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ഇങ്ങോട്ട് താ, ഞാൻ ബാഗിൽ വെക്കാം. നീ വേഗം അവനാക്കിയിട്ട് വാ. ശരി, ഞാൻ അവനാക്കിയിട്ട് വരാം. പിന്നെ നിങ്ങൾ എന്താ ഇനിയും ബനിയനോടെ നിൽക്കണേ? നിങ്ങൾ പോയി ഷർട്ട് ഇട്ടിട്ട് വരിക ആദ്യം. ശരി ശരി, എനിക്ക് ഷർട്ട് ഇടാൻ എത്ര സമയം വേണം? 2 മിനിറ്റിൽ ഞാൻ വരാം. ശരി, നിങ്ങൾ ആദ്യം പോയി ഷർട്ട് ഇട്ടിട്ട് വരി, എന്നിട്ട് ഞാൻ ഇവനെ കൊണ്ടാക്കാം. ശരിയടാ, നിനക്ക് ഞാൻ വരാം. അറിയാം, ബാഗ് കണക്കി ഞാൻ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും അകത്ത് വെക്കാം. ഐഷുമോളെ, ചേച്ചി വരൂ. ഞാൻ ഇപ്പോഴാണ് റിയ കുട്ടിനെ സ്കൂളിൽ ആക്കാൻ പോവാ. അപ്പോ റിതുവിനെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ആക്കാന്ന് അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. അത് ശരി. ഞാൻ റിയ കുട്ടി ഇനിയിപ്പോ കരഞ്ഞ് വാശി പിടിച്ച് സ്കൂളിൽ പോവില്ലെന്നും പറയോ ഇല്ല റെഡിയായോ എന്താ നോക്കാൻ വേണ്ടി വന്നതാ. കുഴപ്പമില്ലല്ലോ, റിയ കുട്ടി യൂണിഫോം ഒക്കെ ഇട്ട് തലയൊക്കെ കെട്ടി ബാഗൊക്കെ മാറ്റി സ്കൂളിലേക്ക് റെഡിയായല്ലോ. അതെ ദേവി അമ്മ, അമ്മൂട്ടി നല്ല കുട്ടിയാ, സ്കൂളിലേക്ക് റെഡിയായല്ലോ. അതെ അതെ, അമ്മൂസ് നല്ല കുട്ടിയാ. പക്ഷെ ഈ ചുക്കി ചേച്ചിനെ കണ്ടോ? ചുക്കി ചേച്ചിയാണ് അപ്പിക്കുട്ടി, കരഞ്ഞോണ്ടിരിക്കണ കണ്ടില്ലേ? അയ്യോ ചേച്ചി, എന്ത് പറ്റി? ചുക്കി എന്തിനാ കരയണ്? അത് അവൾക്ക് വേറെ പണിയില്ലാണ്ട് സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വാശി പിടിക്കണ്ടേ, അതുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അത് കുഴപ്പമില്ല, ഇനി അവളുടെ സ്കൂളിലേക്ക് സമയമുണ്ട്. ഇനിയിപ്പോ 2 തല്ലും കൊടുത്ത് അയച്ചു വിട്ടാ പിന്നെ മിണ്ടാതെ പോവും. അയ്യോ ചുക്കി, എന്താടാ, എന്ത് പറ്റി? ഇത്രയും ദിവസം അമ്മൂസല്ലേ സ്കൂളിൽ പോവില്ലെന്നും പറഞ്ഞ് കരഞ്ഞത്. നീ സ്കൂളിൽ പോകണമെന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത്? ഇപ്പൊ എന്തിനാ സ്കൂളിൽ പോവില്ലെന്നും പറഞ്ഞ് കരയണ്? അതെ അതെ, പുതിയ ബാഗ്. ആ ബാഗ് വാങ്ങിയിട്ട് ആകെ 1 വർഷം കൂടി ആയിട്ടില്ല. അപ്പോഴേക്കും നിനക്ക് പുതിയ ബാഗ് വേണോ? സ്കൂളിൽ പോവില്ലെന്നും പറഞ്ഞാൽ പോകണ്ട. ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് പച്ചക്കറിയൊക്കെ വിറ്റ് നിന്നെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുന്നതേ വലിയ കാര്യമാണ്. നീ സ്കൂളിൽ പോവില്ലെന്നും പറഞ്ഞാ എന്നാ മിണ്ടാതെ ഇരുന്നോ. എന്റെ കൂടെ എല്ലാവരും പച്ചക്കറി വിൽക്കാൻ വാ. അയ്യോ ചുക്കി, കരയല്ലേ. നിനക്കിപ്പോ എന്താ പുതിയ ബാഗല്ലേ വേണ്ടത്? റിയ കുട്ടിക്ക് ഞങ്ങൾ ആദ്യം വാങ്ങിച്ച പുതിയ ബാഗ് നിനക്ക് ഞാൻ തരാം. അതുകൊണ്ട് നീ സ്കൂളിൽ പോവോ? റിയ കുട്ടിയുടെ പുതിയ ബാഗാണോ? ആ ചുവപ്പ് കളർ ബാഗല്ലേ? അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് തരുവോ? ഞാൻ അതുകൊണ്ട് സ്കൂളിൽ പോവും. അയ്യോ ഐഷുമോളെ, അതൊന്നും വേണ്ട. അത് റിയ കുട്ടിക്ക് വാങ്ങിച്ചതല്ലേ? അയ്യോ അല്ല ചേച്ചി, റിയ കുട്ടിക്ക് വാങ്ങിച്ചതാണ്. പക്ഷെ അവള് യൂണിക്കോണിന്റെ ബാഗ് തന്നെ വേണമെന്നും പറഞ്ഞ് അത് കൊണ്ടുപോവില്ലെന്ന് ഒരേ കരച്ചില. എന്നിട്ട് ഇന്നലെ ഏട്ടൻ വരുമ്പോ യൂണിക്കോണിന്റെ ബാഗ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ് എല്ലാം വാങ്ങിച്ചിട്ട് വന്നു. ഇനിയിപ്പോ എന്തായാലും അവള് ഈ ബാഗല്ലേ കൊണ്ടുപോകുള്ളൂ. ആ ബാഗ് ഇനി കൊണ്ടുപോവില്ല. അത് ചുക്കിക്ക് കൊടുത്താൽ അവളെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ. ജോളി 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 ജോളി, ചുക്കിക്ക് പുതിയ ബാഗ് കിട്ടി. ജോളി ജോളി.